49 ഉയർന്നിരിക്കുകയാണ്. ഹരിയാനയിൽ 49 എന്ന കൃത്യമായ മേധാവിത്വത്തിലേക്ക് ഇപ്പോൾ BJP വരികയാണ്. 49 സീറ്റുകളിൽ ലീഡ്, 34 സീറ്റുകളിലായി കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. 5 സീറ്റിൽ ഇപ്പോഴും മറ്റുള്ളവർ ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റിൽ ഇപ്പോൾ 5 സീറ്റിൽ മറ്റുള്ളവരും 2 സീറ്റിൽ INLDയും. ആ കണക്കിൽ മാറ്റമില്ല. പക്ഷേ BJPയുടെ ടാലി ഉയരുകയാണ്. ഹരിയാനയിൽ 49 എന്ന് പറയുമ്പോൾ കൃത്യമായ ഭൂരിപക്ഷമാണ്, ഇപ്പോൾ കേവല ഭൂരിപക്ഷമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ. അത് 2014 നേടിയ 47നേക്കാൾ കൂടുകയാണ്. 2019 7 സീറ്റുകളുടെ സഹായം JJPയുടെ വേണ്ടി വന്നിരുന്നു BJPക്ക്. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്ക് അധികാരത്തിലേറുവാനുള്ള അവസരം ഉണ്ടാവുകയാണ്. 49 സീറ്റുകളിൽ ലീഡ്, പക്ഷേ പലയിടങ്ങളിലും ലീഡ് വളരെ നേരിയതാണ്. അത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സ്ഥലത്തായാലും BJP ലീഡ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വതന്ത്രരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസിന്റെ സ്വതന്ത്രരുണ്ട്. കോൺഗ്രസിന്റെ സ്വതന്ത്രർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്നവരുണ്ട്, അതുപോലെ തന്നെ BJPയിൽ നിന്ന് പിണങ്ങി മാറിയവരുണ്ട്. ഇപ്പോൾ സാവിത്രി ജിൻഡാൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അവർ നേരത്തെ BJPയുടെ ടിക്കറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. മുൻ മന്ത്രിക്കെതിരെ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ സാവിത്രി ജിൻഡാൽ ലീഡ് ചെയ്യുന്നു. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ കോൺഗ്രസിന് സ്വാധീനിക്കാൻ കഴിയുന്നതും BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്നവരും ഈ 5-ലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ സ്വതന്ത്രയുടെ പിന്തുണയുടെ ആവശ്യമില്ല. 49 എന്നുള്ളത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അത് ക്ലീൻ മെജോറിറ്റിയാണ്. അവിടെ JJPക്ക് ഒരു സീറ്റുമില്ല, ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് BJPയുടെ ആ തന്ത്രം, OBC വോട്ടുകൾ സമാഹരിക്കുവാനുള്ള തന്ത്രം, സൈനിയെ കൊണ്ടുവന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിജയം കാണുകയാണ്. കുമാരി സെൽജയിലൂടെ ദളിത് വോട്ടുകൾ സ്വന്തം പക്ഷത്തെ കൊണ്ടുവരുവാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും BJPയുടെ ആ തന്ത്രത്തിന് പിന്നിൽ, സാമുദായിക വോട്ടുകൾ സമാഹരിക്കുന്നതിനുള്ള ആ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മുന്നിൽ, ടാക്ടിക്സിന് മുന്നിൽ കോൺഗ്രസ് അടിയറവ് പറയുന്ന കാഴ്ചയാണ്. 50ലേക്ക് BJP 50ലേക്ക് കയറിയിരിക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് 33 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ BJPക്ക് വലിയ നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുകയാണ്. JJPക്ക് ഒന്നുമല്ലാത്ത ഒരു പാർട്ടിയായി മാറേണ്ടി വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം ഹരിയാനയിൽ കർഷക പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, കർഷകരുടെ ദുരിതം, ഗുസ്തി താരങ്ങളുടെ വിഷയമുണ്ടായിരുന്നു, യുവാക്കളുടെ വിഷയമുണ്ടായിരുന്നു. അഗ്നിവീർ വലിയ ചർച്ചാ വിഷയമാവുകയും BJPക്കെതിരെ വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പോലും അത് പാർട്ടികൾക്കിടയിൽ ഭിന്നിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുദാഹരണമാണ് ആം ആദ്മി പാർട്ടി, JJP, INLD എന്നീ പാർട്ടികളുടെ സ്വാധീനം. അവർ വോട്ടുകൾ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഭരണവിരുദ്ധ വികാര വോട്ടുകൾ കോൺഗ്രസിലേക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP 50 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 33 സീറ്റുകളിൽ കോൺഗ്രസ്, 5 സീറ്റുകളിലാണ് ഇപ്പോൾ മറ്റുള്ളവർ, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. 2 സീറ്റിൽ ഇപ്പോഴും INLD ലീഡ് ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ 52 കോൺഗ്രസ് NC ഇപ്പോഴുമുണ്ട്. ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. BJP 24, മറ്റുള്ളവർ 11, PDP 3 സീറ്റുകളിലുമാണ് ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഹരിയാനയാണ് ഇപ്പോൾ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും. കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ആഘോഷ തിമിർപ്പുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും മനസ്സിലാകാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, എങ്ങനെ ഹരിയാനയിൽ ഇത് സംഭവിക്കുന്നു എന്ന് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. ഇതാ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് DCC ഓഫീസിന് മുന്നിലാണ് കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നത്. നേരത്തെ അവിടെ ഇതേ സ്ഥാനത്ത് തന്നെയായിരുന്നു ലഡു വിതരണം നടന്നത്. ആഘോഷങ്ങൾ ഇത്തവണ ഹരിയാന ഉറപ്പിച്ചിരുന്നു കോൺഗ്രസ്. ഒരു കാര്യം കൂടി മഞ്ജുഷ, വിനേഷ് ഫോഗട്ട് ഇപ്പോൾ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇപ്പോഴിതാ വിനേഷ് ഫോഗട്ട് ജുലാൻ മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് പിന്നിലാണ്. വൈകാരികമായിട്ട് പോലും അവർക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിയാതെ വന്നത് നിർഭാഗ്യം. ഇതെല്ലാം വിനേഷ് ഫോഗട്ടിന് അനുകൂലമായ. അത് മാത്രമല്ല മഞ്ജുഷ, ഒരു പക്ഷേ ആ ഒളിമ്പിക്സ് പോലും ചതിക്കപ്പെട്ടോ എന്ന സംശയം, അതിനെ ആധികാരികമായി പറയാൻ പറ്റില്ല എങ്കിലും വിനേഷിനെ അനുകൂലിക്കുന്നവർ അത്തരമൊരു സാഹചര്യം കൂടിയാണ് ഒളിമ്പിക്സിൽ ഉണ്ടായത് എന്ന് പോലും സംശയിച്ചിരുന്നു. അപ്പോൾ പോലും ഹരിയാനയിൽ, ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ഈ ഘട്ടത്തിൽ ലീഡിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അഭിലാഷ് 49 മാറിയിട്ടുണ്ട് BJPയുടെ ലീഡ്. 49-33 അല്ലെ? 49 ഇപ്പോഴും 9 സീറ്റുകൾ
സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 9 സീറ്റുകൾ മുന്നിട്ട് നിൽക്കുകയാണ് BJP. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി 46 സീറ്റുകളേക്കാൾ 3 സീറ്റുകൾ അധികമായി നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 31 ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിൽ അത് 2 മാത്രം ഉയർത്താനേ സാധിക്കുന്നുള്ളൂ ഈ ഘട്ടത്തിൽ എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം, നിരവധി വിഷയങ്ങൾ. ഒരുപക്ഷെ കോൺഗ്രസിന്റെ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്രയധികം പ്രചാരണ വിഷയങ്ങൾ, BJPയെ കടന്നാക്രമിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ പോലും കോൺഗ്രസിന് ഈ നിലയിലാണോ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ എന്ന ചോദ്യം ഉയരുകയാണ്. നമ്മൾ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദിവസങ്ങളോളം തെരഞ്ഞെടുപ്പ് റാലികളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹരിയാനയിൽ തുടർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഹൂഡയുടെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം നൽകിയ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിന് 33ലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു. BJP 49-50 എന്ന നിലയിലേക്ക് അവരുടെ ലീഡ് ഉയർത്തുന്നു. അത് 49ആയി നിലനിർത്തുന്നു. INLD വീണ്ടും ഇതാ 3 സീറ്റുകളിലേക്ക് മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ്. INLD 3 സീറ്റുകളിൽ ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ സീറ്റുകൾ ഏതൊക്കെ എന്നത് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. നേരത്തെ അഭയ് ചൗട്ടാല പിന്നിൽ പോയിരുന്നു. അഭയ് ചൗട്ടാലയാണോ മുന്നിലേക്ക് എത്തിയത് എന്നത് മാജിക് ബോർഡിൽ അല്പസമയത്തിനകം തന്നെ പ്രകടമാകും. ഇപ്പോൾ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല. INLD 3, അതേഴ്സ് 5, കോൺഗ്രസ് 33, BJP 49. ഹരിയാന അത്ഭുതം സൃഷ്ടിക്കുന്ന സാഹചര്യമാണുള്ളത്. ആർക്കും പിടികൊടുക്കാത്ത ഒന്നായി ഹരിയാന മാറുന്നു. നേരത്തെ ജമ്മു കാശ്മീരിലായിരിക്കും ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീരിൽ ഭരണം ഉറപ്പിക്കുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം. പക്ഷേ ഹരിയാന, പ്രതീക്ഷിച്ചിരുന്ന ഹരിയാന, അത് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് ആശങ്കപ്പെടുകയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ, പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ മുതൽ പുലർത്തിയിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതാ എല്ലാവരും കസേരകളിൽ ഇരിക്കുന്നു. നേരത്തെ അവിടെ ആട്ടവും പാട്ടുമായിരുന്നു, വാദ്യമേളങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു ഹരിയാനയിൽ. അത്